തകർന്ന ദേശീയപാതയിൽ കൂരിയാട് ഭാഗത്തെ രണ്ടാമത്തെ സർവീസ് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി ഉടൻ തുറക്കും. ഇതോടെ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് നേരിട്ട് ഇതുവഴി കടന്നുപോകാനാകും. പണി തകൃതിയായി നടക്കുകയാണ്. തകർന്ന ഭാഗത്ത് നിന്ന് മാറ്റിയ മണ്ണ് പൂർണ്ണമായും നീക്കി റോഡ് വൃത്തിയാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലുള്ള മെറ്റലും ഇട്ടുകഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 5 ദിവസത്തിനകം വാഹന ഗതാഗതം അനുവദിക്കുമെന്ന് ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ അറിയിച്ചു. പാത തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഇവിടെ കുറ്റിപ്പുറത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വശത്തെ സർവീസ് റോഡ് തുറക്കുകയായിരുന്നു. ഇരുവശങ്ങളിലേക്കും വാഹനയാത്ര അതുവഴിയായി. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നുപോകാനുള്ള വീതിയെ സർവീസ് റോഡിനുള്ളൂ. കാറുകൾ ഉൾപ്പെടെ 4 ചക്ര വാഹനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോകും. എന്നാൽ ബസ്സും ലോറിയും ഭാരവാഹനങ്ങളുമെല്ലാം ഈ വഴി തന്നെ ആശ്രയിച്ചതോടെ പലപ്പോഴും ഇവിടെ കുരുക്കായി. പാതയോരത്തെ സ്ലാബ് തകരുകയും ചെയ്തു. കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം കൊളപ്പുറം മേൽപ്പാലത്തിന് മുകളിലൂടെയാണ് ഈ സർവീസ് റോഡിലേക്ക് കടക്കേണ്ടത്. ഇത് പാലത്തിന് മുകളിൽ വലിയ തടസ്സമുണ്ടാക്കി. വൈകിട്ടും രാവിലെയുമൊക്കെ പാലത്തിന് മുകളിൽ വാഹന ഗതാഗതം അലങ്കോലപ്പെട്ടു. പലപ്പോഴും നാട്ടുകാർ ഇടപെട്ടാണ് വഴിയൊരുക്കിയത്. ഇതിനിടെ ഈ കുരുക്കിന് പരിഹാരമൊരുക്കാൻ മേൽപ്പാലത്തിനടിയിലൂടെ 6 വരി പാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് വഴിയൊരുക്കിയെങ്കിലും ആ പരീക്ഷണം ആദ്യ ദിനം തന്നെ പാളി. പാലത്തിനടിയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ കൂരിയാട്ട് റോഡ് തകർന്നതിന് സമീപം വരെ എത്തി എതിർദിശയിലെ പാതയിലേക്ക് കയറി പിന്നെ സർവീസ് റോഡിലേക്ക് തിരിഞ്ഞ് പ്രവേശിക്കണമായിരുന്നു. വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി പരീക്ഷണമായി. തിരിഞ്ഞു കിട്ടാതെ KSRTC ബസ്സുകൾ ഉൾപ്പെടെ ഇവിടെ കുരുങ്ങി. അത് സർവീസ് റോഡിലെ യാത്രയെ അപ്പാടെ കുരുക്കിലാക്കുകയും ചെയ്തു. കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള യാത്രക്കാർക്ക് സൗകര്യപ്പെടാൻ ആ ഭാഗത്തെ സർവീസ് റോഡും തുറക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ഈ ചാനൽ കൂരിയാട്. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.